ഹലോ ഗൈസ്, കർമ്മ ഓൺലൈൻ ട്യൂഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജിയോളജിയുടെ സെം 4 കോംപ്ലിമെൻ്ററി മാത്സിൻ്റെ ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കുറേ പഠിച്ചിരുന്നു, കുറച്ച് തിയറിയൊക്കെ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബാക്കിയുള്ള പോർഷൻസാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മളിതുവരെ നമ്മൾ കണ്ടിരുന്ന ക്ലാസ്സസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡിറ്റർമൈനിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ന്യൂ ഡ്രഗ് ഫോർ റിലീവിംഗ് മൈഗ്രെയിൻസ്. ദ ഡ്രഗ് ഈസ് കറൻ്റ്ലി പ്രിസ്ക്രൈബ്ഡ് ഔട്ട് അക്രോസ് ദ നേഷൻ ബൈ മോർ ദാൻ 1000 ഡോക്ടേഴ്സ് ബ്ലാ 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 ബ്ലാ. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇത് ഭയങ്കര വലിയ കഥയാണ് ഇതിനകത്ത് പറയുക. ആകെ ഇത്ര കാര്യമുള്ളൂ ഇതിനകത്ത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിനകത്ത് പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ സാമ്പിളിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നല്ലോ അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണെന്നൊക്കെ അറിയുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മരുന്നുണ്ടാക്കുന്ന കമ്പനി. അപ്പോൾ അവർ മൈഗ്രെയിൻ മാറ്റാനായിട്ട് പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പറഞ്ഞ മരുന്ന് ഇന്ത്യ മൊത്തത്തിൽ 1000ഓളം ഡോക്ടർമാർ അവരുടെ രോഗികൾക്ക് കുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 500 പേരെ റാൻഡമായിട്ട് അവരെടുത്ത് സെലക്ട് ചെയ്യുന്നു. അവർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അറിയാം, 1000 ഡോക്ടർമാർ എത്രയൊക്കെ രോഗികൾക്ക് ഈ മരുന്ന് കുറിച്ച് കൊടുത്തിട്ടുണ്ടോ, എത്ര രോഗികൾക്കാണോ ഇവർ ഈ മരുന്ന് കുറിച്ച് കൊടുത്തിട്ടുള്ളത്, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഡോക്ടർ ചിലപ്പോൾ 100 പേർക്ക് കൊടുത്തു കാണും, ഒരു ഡോക്ടർ ചിലപ്പോൾ 5 പേർക്ക് കൊടുത്തു കാണുള്ളൂ. അങ്ങനെ ഈ 1000ഓളം ഡോക്ടർമാർ എത്രത്തോളം രോഗികൾക്ക് മരുന്ന് കുറിച്ച് കൊടുത്തിട്ടുണ്ടോ അത്രയുമായിരിക്കും എന്തെന്ന് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദ പോപ്പുലേഷൻ ഈസ് ദ എൻ്റെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഹു ആർ ടേക്കിംഗ് ദ ന്യൂ ഡ്രഗ് അണ്ടർ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദീസ് 1000 ഡോക്ടേഴ്സ്. ഓക്കെ, ഇനി അവർ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്, റാൻഡമായിട്ട് 500 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് ചെയ്ത 500 പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത 500 പേരാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അവർ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ, സാമ്പിൾ ചേഞ്ച് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് വ്യത്യാസം ഉണ്ടാവുമോ? ഒബ്വിയസ്ലി വ്യത്യാസം ഉണ്ടാവും. വെച്ചാൽ ചിലപ്പോൾ ഒരേപോലെ വരാം, പക്ഷേ നോർമൽ കേസിൽ എന്താണ്, നമ്മളെടുക്കുന്ന 500 പേര് മാറി മാറി വരികയാണ്. അപ്പോൾ എടുക്കുന്ന സാധനം മാറുവാണെങ്കിൽ റിസൾട്ടും മാറും. സോ ആൾ ചേഞ്ച് ആയാൽ എന്ത് വ്യത്യാസം വരും എന്നാണ് പറയുന്നത്, സാമ്പിളിലും ചേഞ്ച് വരും, സാമ്പിളിൽ എടുക്കുന്ന റിസൾട്ടിലും ചേഞ്ച് വരും. ഓക്കെ, മൂവിങ് ഓൺ. ഇതൊക്കെ ഞാൻ ആക്ച്വലി ഒരു വട്ടം റെക്കോർഡ് ചെയ്ത, 1-2 വട്ടം റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ അതൊന്നും റെക്കോർഡ് ആയില്ല. ഓക്കെ, ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വീണ്ടും ഭയങ്കര കഥയുണ്ട്. അതിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ലിഥിയം ബാറ്ററി ഉണ്ടാക്കുന്ന കടയാണ്. അവർ 30 ബാറ്ററി ഉണ്ടാക്കി അതിനെ ചൂടാക്കുകയാണ്. എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഐഡൻറ്റിക്കൽ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലൈറ്റില്ലേ, നമ്മുടെ ലൈറ്റിനകത്ത് ഇവരെന്ത് ചെയ്യും, ഈ ബാറ്ററി കണക്ട് ചെയ്യുന്നു, ഇത് കത്തിക്കുന്നു. ഓക്കെ, ഇത് കത്തിച്ചിട്ട് എന്ത് നോക്കുകയാണ്, ഈ ബാറ്ററി തീരുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. ഈ ബാറ്ററി തീരുന്നത് വരെയും ഈ ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചിട്ടാണ്. അങ്ങനെ ഈ പറഞ്ഞ 30 ബാറ്ററി നോക്കിയപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഈ താഴെ തന്നിരിക്കുന്ന ഡേറ്റ അവർക്ക് കിട്ടി. ഓക്കെ, 30 ബാറ്ററീസ് അവർ ടെസ്റ്റ് ചെയ്യുന്നു. ആ ബാറ്ററി ഇവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റയാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ഇതിനെ ഇവർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളായിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പറഞ്ഞു വന്ന, സമയം വളരെ കുറവാണല്ലോ. അപ്പോൾ 64 നമ്മുടെ ഏറ്റവും ചെറിയ നമ്പർ, പിന്നെ 72 ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിലോ ഇതിനകത്ത് എവിടെയെങ്കിലും ഈ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും, അതേസമയം തെറ്റുണ്ടാവാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. 64, 65, 66, 67, 68, 69, 70, 71, 72. ഓക്കെ, ഞാൻ ആ നമ്പേഴ്സ് നിന്ന് എടുത്ത് എഴുതി. ദെൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ 65. ഓക്കെ, 65, 69, 69, 64, 64, 69, 69,
68, 68, 66, 66, വീണ്ടും 69 വന്നു. അപ്പോൾ 69 അങ്ങനെ മാർക്ക് ചെയ്തു. 64, 64 മാർക്ക് ചെയ്തു. 66, 66 മാർക്ക് ചെയ്തു. 67, 67 മാർക്ക് ചെയ്തു. നമ്മൾ ടാലി മാർക്കിംഗ് അല്ലേ ചെയ്യുന്നത്. 65, 65, 71, 71 ഉണ്ട് കേട്ടോ. അപ്പോൾ 71, 71, 71, 71, വീണ്ടും 69, 64, 65, 70, 68, 67, 68, 67, വീണ്ടും 68, 72, 72, ഓക്കെ, 65, 66, 67, 66, ഗെയിൻ 65, 66, അഞ്ചാമത്തെ വരെ നമ്മളിങ്ങനെ കണ്ടിട്ട് വരയ്ക്കുക. അപ്പോൾ നോക്കി നമുക്ക് എന്തൊക്കെയായി ആൻസേഴ്സ് കിട്ടി. സംഭവം സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പിന്നെ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു പോകണം എന്നുള്ള മൈൻഡിൽ പറയുകയാണ്. അപ്പോൾ 67 നമുക്ക് എത്ര വട്ടമായി? 3 വട്ടമായി. 65 5 വട്ടം, 66 5 വട്ടം, 67 4 വട്ടം, 68 4 വട്ടം, 69 4 വട്ടം, 70 1 വട്ടം, 71 2 വട്ടം, 72 2 വട്ടം. അപ്പോൾ ഇതാണ് സംഭവം. ഇതിനെ ടേബിളാക്കി എഴുതണമെന്നേ ഉള്ളൂ. ഇതാ കേട്ടോ, ടേബിളായിട്ടോ ഇങ്ങനെ എഴുതാം. ഇത് ടേബിൾ തന്നെ ചരിച്ച് വരച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നത്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി എന്തിൻ്റെയാണ്? അവേഴ്സിൻ്റെയാണ്. അപ്പോൾ അവേഴ്സ് എഴുതി ആ ഓർഡറിൽ നമ്മൾ എഴുതി 67 65 66 അങ്ങനെ 72 വരെ എഴുതി. ദെൻ ഫ്രീക്വൻസി നമ്മൾ നോക്കിയപ്പോൾ എന്താ 67 എത്ര വട്ടം ഉണ്ട്? 3 വട്ടം. എന്താ 3, അടുത്തത് 5 5 5, 4 4 4, 1 2 2, അതാണ് നമുക്കും കിട്ടിയത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യത വളരെ കുറയും. 30 50 ഡേറ്റ തന്നിട്ട് നിങ്ങൾ വീണ്ടും 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 നോക്കേണ്ടി വരത്തില്ല. ഈ ഒരു എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ നമുക്ക് എഴുതി പോകാൻ പറ്റും. ഓക്കെ, സോ തന്നിരിക്കുന്ന എന്താണോ എന്തിൻ്റെ വാല്യൂ ആണോ തന്നിരിക്കുന്നത് അത് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ദെൻ ഫ്രീക്വൻസി ആയിട്ട് എഴുതുക. ഇനി തെറ്റിയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ഫ്രീക്വൻസിയുടെ സം എടുത്ത് നോക്കുക. ഓക്കെ, നോക്കിയേ, 5 5 10 13 17 21 25 26 28 30, ടോട്ടൽ വരുമ്പോൾ 30 വരും. അപ്പം നമുക്ക് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 30 12 വോൾട്ട് ബാറ്ററി എന്നാണ്. അപ്പോൾ എന്തായി? നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി നമുക്ക് കറക്റ്റ് സമ്മിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കുറച്ചും കൂടെ ഹൈ ലെവൽ സാധനം ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇത് ചെയ്യാനായിട്ടല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈ ചാർട്ടാണ്. പൈ ചാർട്ട് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പൈ ചാർട്ടിൻ്റെ ഓരോ ഇതെങ്ങനെ കണ്ടുപിടിക്കുകയാണ്. പേഴ്സൻറ്റേജിലായിരിക്കും തന്നിരിക്കുക. ഓക്കെ, ആ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 47% ഇവിടെ നിന്ന് കാണുന്നത് എന്താ? 47% ഓഫ് ദി ടോട്ടൽ പൈ. പൈ എന്ന് പറയുമ്പോൾ 3.14 എന്ന് ചിന്തിക്കരുത്. നമ്മളെ ഈ ട്യൂഷൻ ലോഗോ കാണുന്നില്ലേ, ഈ സർക്കിൾ, അപ്പോൾ ഈ സർക്കിളാണ് നമ്മുടെ പൈ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ടോട്ടൽ സെൻറ്ററിൽ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 360 ഡിഗ്രി ആയിരിക്കും. ശരി, അപ്പോൾ ഇവിടെ 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആ ആംഗിൾ എന്താ, ഒരു കംപ്ലീറ്റ് സർക്കിൾ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 47% എന്ന് പറഞ്ഞാൽ 47% ഓഫ് 360. ഓഫിനെ നമ്മളെങ്ങനെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുക? ഇൻറ്റു കൊണ്ടാണ്, ഇൻറ്റു 360. ഇതാണ് സംഭവം. ഓക്കെ, ഈ 47% ഓഫ് 360 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ സ്ലൈസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. സംഭവം സിമ്പിളാണ്. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് എഴുതിയിട്ടില്ലേ, ഈ 47%-നെ നമുക്ക് എങ്ങനെ എഴുതാം? 47/100 എന്ന് എഴുതാം അല്ലേ? അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.47. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പെർസെൻറ്റേജിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. 47 ഞാൻ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.47 എന്ന് വരും. then 28% ആകുമ്പോൾ 0.28, 8% ആകുമ്പോൾ ശ്രദ്ധിക്കുക 0.08 എന്നാണ് എഴുതേണ്ടത് കേട്ടോ. 8/100 ആണ്. ഇപ്പോൾ 2 ഡെസിമൽ പ്ലേസ് ആണ്. അപ്പോൾ 0.8 എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. 1 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ എന്താ വരിക? 0.5. ഓക്കെ, then 0.12.
അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡെസിമലിനെ പെർസെൻറ്റേജിനെ നമ്മൾ ഡെസിമലിലേക്ക് എഴുതി. ഇനി എന്താ ഓഫ് 360 ആണെന്ന് ഞാൻ പറഞ്ഞു. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻറ്റു 360 ആണ്. അങ്ങനെ ഓരോന്നിനെയും എന്ത് ചെയ്യണം 360 ചെയ്യണം. ദെൻ ഞാനിപ്പോൾ 0.47 ഇത് 360 ചെയ്താൽ ഇത് ഇങ്ങനെ വരും. എത്ര വരും? 169.2 ഡിഗ്രി എന്ന് വന്നു. 169.2 ഡിഗ്രി. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 169 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ, റൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. നമ്മുടെ ആംഗിളൊന്നും പോയിന്റിൽ നമുക്ക് പ്രൊട്രാക്ടറിലേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അങ്ങ് റൗണ്ട് ചെയ്താൽ മതി. ഏറ്റവും അടുത്തുള്ള ഹോൾ നമ്പറിലേക്ക് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്തെന്ന് വരും? 0.47 × 360 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 169 ഡിഗ്രി വരും. ഓക്കെ, ദെൻ 100.8 ഓക്കെ 0.28 × 360 എന്ന് പറയുന്നത് 100.8 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ, 8.8 ആണ്. അപ്പോൾ 8നെ എന്ത് ചെയ്യണം, നിങ്ങൾ 1ലേക്ക് റൗണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 101 എന്ന് വരും അല്ലേ. 100.8 എന്ന് പറഞ്ഞാൽ ഏതിനാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? 101-നാണ്. അപ്പോൾ അതിനെ എനിക്ക് എന്ത് ചെയ്യാം, 101 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം, ഓരോ സ്ലൈസിൻ്റെയും ആംഗിൾ റൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ കിട്ടിയ നമ്മൾ റൗണ്ട് ചെയ്ത സംഭവം ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ റൗണ്ട് ചെയ്ത് കിട്ടിയ ആംഗിൾസിൻ്റെ ഒക്കെ സം എത്രയേ വരാവൂ, ടോട്ടൽ സം എത്രയേ വരാവൂ, 360 വരാവൂ. ഓക്കെ, ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി നമ്മൾ എങ്ങനെ പൈ ചാർട്ട് വരയ്ക്കും? സിമ്പിളാണ്. എന്ത് ചെയ്യുക, ആദ്യം നിങ്ങളൊരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. ഓക്കെ, സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇതാണ് എൻ്റെ സെൻറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് വരയ്ക്കുക, ഒരു റേഡിയസ് അങ്ങോട്ട് വരയ്ക്കുക. ആ റേഡിയസിൽ പ്രൊട്രാക്ടർ വെക്കുക. ഇതിനകത്ത് നമുക്ക് ആദ്യം കിട്ടിയ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 169 ആണ്. 169 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ വരും, കണ്ടോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, 169 ഇവിടെ എന്തുവാ, ഓക്സിജൻ ആണ്. ഓക്സിജൻ ജിയോളജി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് അവർ ചോദിച്ചേക്കുന്നുണ്ട്. എർത്ത് ക്രസ്റ്റിൻ്റെ മെയിൻ എലമെൻസിൻ്റെ പെർസെൻറ്റേജാണ് കൊടുത്തേക്കുന്നത്. അതിനെ പൈ ചാർട്ടിൽ കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഓക്സിജൻ. ഇനി അടുത്ത ഇതിൻ്റെ ഏതെങ്കിലും ഒരു ആരം എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ മലയാളമാണ് ആരം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു റേഡിയസിൽ അടുത്ത പ്രൊട്രാക്ടർ വീണ്ടും വെക്കുക. അടുത്ത വാല്യൂ ഇപ്പോൾ ഓക്സിജൻ കഴിഞ്ഞ് സിലിക്കണാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 101 ഡിഗ്രി അങ്ങോട്ട് മെഷർ ചെയ്യുക. അപ്പോൾ ഏകദേശം ഇത്രയും വരും. ഓക്കെ, അപ്പോൾ അത് സിലിക്കൺ. അടുത്തത് 29 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇത്രയായിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും, അത് അലൂമിനിയം ആയിരിക്കും. അടുത്തത് 18 ഡിഗ്രി. ഓക്കെ, അടുത്തത് എന്താ, 43 ഡിഗ്രി വരുന്ന അതേഴ്സാണ്. ഇത്രയേ ഉള്ളൂ പൈ ചാർട്ട്. അപ്പോൾ പൈ ചാർട്ടിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് സെൻറ്റർ ആംഗിൾ 360 ഡിഗ്രി ആണോ, നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് 360 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ 100 ആണ്. അപ്പോൾ ഡെസിമലിലേക്ക് മാറ്റാം. ഇനി ഓഫ് 360 എന്ന് പറയുമ്പോൾ എന്താ, ഓഫിന് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റു ഇട്ട് കൊടുക്കുക, ഇൻറ്റു 360 എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പൈ ചാർട്ട്. ഓക്കെ, മൂവിങ് ഓൺ. ശരി, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, റേഞ്ചും വിഡ്ത്തും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇൻ്റർവെൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. 50 മെഷേഴ്സ് ഉണ്ട്. ലാർജസ്റ്റ് വാല്യൂ 180 ആണ്, സ്മോളസ്റ്റ് വാല്യൂ 70 ആണ്. 8 ക്ലാസ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റർവെൽ അല്ലെങ്കിൽ വിഡ്ത്ത് ഒരു ക്ലാസ്സിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, റേഞ്ച് ബൈ നമ്പർ ഓഫ് ക്ലാസ്സസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, റേഞ്ച് ബൈ നമ്പർ ഓഫ് ക്ലാസ്സസ്. അപ്പോൾ റേഞ്ച് എന്താ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ് റേഞ്ച്, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ക്ലാസ്സസ്. ഓക്കെ, ഈ വേണ്ട സാധനങ്ങളെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, ഹയസ്റ്റ് വാല്യൂ 180 ആണ്. 180 മൈനസ് 70 ബൈ 8 എന്ന് വരും. അപ്പോൾ 180 ബൈ -70 എന്ന് പറയുമ്പോൾ എത്രയാണ്, 110 ആണ്. 110 ബൈ 8 എന്ന് പറയുമ്പോഴത്തേക്കും 11, 8 വരുമ്പോൾ 1, 30 ആകുമ്പോഴത്തേക്കും 124, 3, പിന്നെ പോയിൻ്റ് വരും 3, 7. ഓക്കെ, 13.75 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ 13.75 വിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്യണം. ഈ 13.75യുടെ ഏറ്റവും അടുത്തുള്ള ഹോൾ നമ്പർ എത്രയാണ് വരിക, ഒബ്വിയസ്ലി എത്രയാണത്, 14 ആണ്. അപ്പോൾ ഓരോ ക്ലാസ് ഇൻ്റർവെല്ലും എന്തായിരിക്കും, 14 ആയിരിക്കും. ഇവിടെ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ആണ് അല്ലേ, 50. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ ക്ലാസ്സിലെ അടുത്ത മെമ്പർ എത്രയായിരിക്കും,
ഇപ്പോൾ 50 ഇൻ്റർവെല്ലിൽ 14, അപ്പോൾ 50 + 14 64. ഓക്കെ, ദെൻ 64 അടുത്ത എത്രയായിരിക്കും? 64 × 77 78. അങ്ങനെ നമുക്ക് 180 വരെയുള്ള ക്ലാസ് കിട്ടും. 180 മുമ്പ് അപ്പോൾ 166 ടു 180 എന്ന് പറയുന്ന 8 ക്ലാസ്സസ് നമുക്കിവിടെ കിട്ടും. 50 അല്ല, 70 ആയിരുന്നല്ലേ. അപ്പോൾ 70 ടു 84, 84 ടു 98, അങ്ങനെ 166 ടു 180 വരെയുള്ള ക്ലാസ്സസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ്സസ് എന്നാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി കണ്ടിന്യൂസ് ക്ലാസ്സസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് വരയ്ക്കാനൊക്കെ ആയാലും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ഈ 50 മെഷേഴ്സ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 50 മെഷേഴ്സിനകത്ത് ഒരു 84 5 വട്ടം ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഈ 84 നമ്മൾ ഏത് ബോക്സിൽ കൊടുക്കും? ഇവിടെ കൊടുക്കൂ. 84 ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ എവിടെ കൊടുക്കും? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ്സസ് എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വെർഷൻ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറയാം. ഓക്കെ, ശരി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ കുറച്ചധികം കൺസെപ്റ്റ് പറയാൻ പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി കഥയാണ്, കുറേ കഥ പറയുന്നുണ്ട്. ഒരു മെഡിക്കൽ ടീം എന്ത് ചെയ്യാണ്? കുറേ വെയിറ്റ് എടുക്കുമ്പോൾ ഉള്ള ഓരോരുത്തരുടെ എഫക്റ്റ് 45-നും 55-നും ഇടയിലുള്ള മിഡിൽ ഏജ്ഡ് അമേരിക്കൻ പീപ്പിൾ ഒരു 21 പേരെ സെലക്ട് ചെയ്തിട്ട് അവർ വെയിറ്റ് എടുക്കുമ്പോൾ ഉള്ള എഫക്റ്റാണ് നോക്കുന്നത്. അപ്പോൾ ഈ വെയിറ്റ് എടുത്ത് അവരൊരു 20 യാർഡ് ദൂരം നടന്നിട്ട് ഈ സാധനം ഒരു സ്ഥലത്തിട്ടുമ്പോൾ അത്രയും സമയം ഇവർക്കുണ്ടാകുന്ന ഹാർട്ട് റേറ്റാണ്. അപ്പോൾ എത്രത്തോളം ഹൃദയം ഇടിച്ചു, ഈ പറയുന്ന ബ്രെത്ത് റേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഈ പൾസ് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റാണ് ഇവിടെ അവരുടെ 21 ഡേറ്റയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഡേറ്റേനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളിതിനെ എന്താക്കി മാറ്റണം? ഇതിനെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് 21 സാമ്പിളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രീക്വൻസി ടേബിൾ ആക്കാനൊക്കെ പറയുന്നത്, അപ്പം നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്തു. ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് നമ്പർ അതേ കണക്ക് എഴുതി എണ്ണിയെടുത്തു അല്ലേ. അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിതിനെ ഒരു ഇൻ്റർവെല്ലാക്കുകയാണ്. ക്ലാസ് ഇൻ്റർവെല്ലാക്കിയിട്ട് ടേബിൾ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇൻ്റർവെല്ല് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സസ് ആക്കണമെങ്കിൽ നമ്മൾ ക്ലാസ് വിഡ്ത്ത് കണ്ടുപിടിക്കണമല്ലോ. റേഞ്ച് കണ്ടുപിടിക്കണമല്ലോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണല്ലോ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 120 ലോവസ്റ്റ് വാല്യൂ, 170 ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ റേഞ്ച് എത്രയാണ്? 170 മൈനസ് 120. അപ്പോൾ എത്ര വരും? 170 മൈനസ് 120 എന്ന് പറയുമ്പോൾ 50 വരും. ഓക്കെ, 50 എൻ്റെ റേഞ്ച്. ഇനി എനിക്കൊരു ഇപ്പം ഞാൻ നിങ്ങളെ ടെക്സ്റ്റിൽ എങ്ങനെയാണോ ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇത് എളുപ്പമാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഒരു 10 ഗ്രൂപ്പ് അല്ലെങ്കിൽ 10 ക്ലാസ് വേണമെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ അവരൊരു 6 ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ടാണ് അവരങ്ങനെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു 5 ഗ്രൂപ്പ് ആവട്ടെ. 5 ഗ്രൂപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ക്ലാസ് ഇൻ്റർവെല്ലിൽ 10 കിട്ടും. അല്ലെങ്കിൽ 10 ചെയ്താൽ ക്ലാസ് ഇൻ്റർവെല്ലിൽ 5 കിട്ടും. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. അപ്പോൾ ഇവരൊരു 6 7 അങ്ങനെയൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 6 തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്പർ ഓഫ് ക്ലാസ്സസ് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത് എനിക്ക് എത്ര വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ 6 ക്ലാസ്സസ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. എനിക്ക് 6/50 എന്താ റേഞ്ചാണ്. അപ്പോൾ എനിക്ക് 50/6 എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുന്ന വാല്യൂവിനെ ഞാൻ അപ്രോക്സിമേറ്റ് എടുക്കുമ്പോൾ എനിക്ക് 9 യൂണിറ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഞാൻ എന്തെന്ന് എഴുതി? 9 എന്ന് എഴുതി. അപ്പോൾ എൻ്റെ ഇൻ്റർവെൽ എന്താണ്? 9. ഇതാ നോക്കി, അക്കോർഡിംഗ് ടു ഡേറ്റ ദ ലാർജസ്റ്റ് വാല്യൂ 170, സ്മോളസ്റ്റ് വാല്യൂ 120, റേഞ്ച് 50. നമ്മൾ 6 ക്ലാസ് എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 9 ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇതിനെ ക്ലാസ് ആക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കണ്ടിന്യൂസ് ഡേറ്റ എടുക്കത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നൊരു സാധനം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ ലിമിറ്റ് ഉണ്ടല്ലോ, അതായത് ഈ 120 ഉണ്ടല്ലോ, ആ 120 നിന്ന് ഒരു 0.5 നമ്മളങ്ങ് മൈനസ് ചെയ്യും.
ഓക്കെ. അപ്പോൾ ഈ 120 നിന്ന് 0.5 മൈനസ് ആക്കിയാൽ നമുക്ക് വരുന്നത് എത്ര? 119.5. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ. ഓക്കെ. ഇനി എൻ്റെ ഇതെത്രയാണ്? നമ്മുടെ ഇൻ്റർവെൽ അല്ലെങ്കിൽ വിഡ്ത്ത് എത്രയാണ്? 9 ആണ്. അപ്പോൾ 119.5 പ്ലസ് 9 എന്ന് പറയുമ്പോഴത്തേക്ക് 128.5 എന്ന് വരും. ഓക്കെ, 128.5 എന്ന് വരും. ശരി. ഇനി നമ്മൾ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് അടുത്ത വാല്യൂ ഒബിയസ്ലി ഏതാ വരേണ്ടത്? 128.5 തുടങ്ങേണ്ടത്. 128.5. അവിടെയും ഈ കണ്ടിന്യൂറ്റി ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 5.1 എന്ന് കൊടുക്കുകയാണ്. വളരെ ചെറിയ 0.01 ആണ് അവിടെ ആഡ് ചെയ്തത്. അതുകൊണ്ടൊരു വലിയ പ്രശ്നം അതിനകത്ത് വരുന്നില്ല. ആൻഡ് അത് ഇപ്പോൾ എത്ര വരും? 128.5 അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് നമ്മളൊരു ജനറൽ റൂള് പോലെ ഈ കണ്ടിന്യൂസ് ക്ലാസ്സസ് വരുന്നില്ല എന്ന് കാണിക്കാനായിട്ടാണ് 5.1 കൊടുത്തത്. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര വരിക? 128.5 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 137 അല്ലേ? 137.5 എന്ന് വരും. ഓക്കെ. ഇനി അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? 137.51 എന്ന് കൊടുക്കും. 146.5 എന്ന് വരും. സോ ഇങ്ങനെയാണ് നമ്മുടെ ജനറൽ റൂൾ. എന്താ? നമ്മൾ ലോവർ ലിമിറ്റ് എത്രയാണോ അതിനേക്കാളും 0.5 മൈനസ് ചെയ്യുക. ദെൻ അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനെല്ലാം എന്ത് ചെയ്യുക? ഒരു എക്സ്ട്രാ 0.01 എന്നുള്ളത് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇത് ജനറൽ റൂളാണ്. ഇങ്ങനെ തന്നെ ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോഗ്രാമൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് അത് യൂട്ടിലൈസ് ആവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പ് എടുത്തല്ലോ, 119.5 ടു 128.5. ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ഏതൊക്കെ വാല്യൂസ് വരുന്നുണ്ടോ അതാണ് എൻ്റെ ഫ്രീക്വൻസി. ഇപ്പോൾ 119.5 ടു 128.5 120 വരുന്നുണ്ട്. ഇനി 127 വരുന്നുണ്ട്. 121 വരുന്നുണ്ട്. ഓക്കെ. 1, 2, 3 വാല്യൂസ് അതിനകത്ത് വരുന്നുണ്ട്. ഇനി അടുത്ത് 128.51 137.5 128 അല്ലെങ്കിൽ 128 തൊട്ട് 137 വരെ. ഓക്കെ. 128 തൊട്ട് 137 131 വരെ, 130 132 വീണ്ടും 130 135 പിന്നെ 135 1 2 3 4 5 6 വാല്യൂസ് വന്നു. കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് വന്നത്? ക്ലാസ് വിട്ട് കണ്ടുപിടിക്കേണ്ടി വന്നു. അത് വെച്ചിട്ട് ക്ലാസ്സസ് ആക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ ക്ലാസ്സസ് വേണ്ട ആ ക്ലാസ് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂറ്റി ഒഴിവാക്കാനായിട്ട് ലോവർ ലിമിറ്റിൽ നിന്ന് ഒരു 0.5 മൈനസ് ചെയ്യുന്നു. അടുത്ത ഏതൊക്കെ ക്ലാസ് എടുക്കുന്നു ആ ക്ലാസ്സിൻ്റെ എല്ലാം ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.51 എന്നായിരിക്കും അവസാനിക്കുക. ഓക്കെ. സിംപ്ലി അത്രയേ ഉള്ളൂ. അപ്പർ ലിമിറ്റിനകത്തൊന്നും ഈ 1 ചേർക്കുകയും വേണ്ട. അത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ വരുന്ന ഫ്രീക്വൻസി ടേബിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ക്ലാസ് ലിമിറ്റ് 119.5 ടു 128.5. അടുത്തതിനകത്ത് വന്നപ്പോൾ 128.51 ദെൻ 137.51 146.51 155.51 അങ്ങനെ 5.1 ഇട്ടു. അപ്പർ ലിമിറ്റിലാണെങ്കിൽ 0.5 മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ഫ്രീക്വൻസി ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഫ്രീക്വൻസി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആക്കണം. എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ഉള്ള ഫ്രീക്വൻസിയുടെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ള ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താ? ഉള്ള ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എഴുതുന്നതിനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ 3 ഫ്രീക്വൻസി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? ഈ 3ൻ്റെ കൂടെ അടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യണം, 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9. അപ്പോൾ അതാണ് ആ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ ക്ലാസ്സിൻ്റെ CF അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ. ദെൻ അടുത്തതിന് എന്ത് ചെയ്യുക? നമ്മൾ 9ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? 4 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ദെൻ അടുത്ത് വീണ്ടും 5 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 18 കിട്ടുന്നു. ദെൻ അടുത്തത് എത്രയാണോ? 1 അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19 കിട്ടും. ദെൻ
അവിടെ നിന്ന് 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 21 കിട്ടി. സോ ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നോക്കുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസിയുടെ സം ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളാണ്, ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇപ്പം ഞാൻ ഈ 1 ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അതിന് മുമ്പുള്ള ഫ്രീക്വൻസികളെല്ലാം കൂടെ സമ്മ് ചെയ്യണം. അത്രേ ഉള്ളൂ. 3 + 6 9, 9 + 4 13, 13 + 5 18, 18 + 1 19. 19 ആണ് ഈ 19. ഓക്കെ, സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ. ഞാൻ ഏതാണോ എടുക്കുന്നത് കറക്റ്റ് ഓർഡറിൽ ക്ലാസ്സൊക്കെ എഴുതിയിട്ട് എനിക്കിപ്പോൾ ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ എല്ലാം ടോട്ടൽ സം എടുക്കുന്നു. ഓക്കെ, അതിന് പകരമാണ് നമ്മൾ ഇപ്പം നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ആഗ് മാനറിൽ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പം 3 + 6 9 വന്നു. 9 + 4 13 വന്നു. 13 + 5 18, 18 + 1 19, 19 + 2 21. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്റോഗ്രാമിനകത്ത് നമ്മളിത് മാർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് അധികം പ്രോബ്ലംസ് നിങ്ങൾക്ക് കണ്ടിട്ടില്ല. ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ ചോദിക്കും എന്തായാലും. അപ്പോൾ എന്താണ് ഹിസ്റ്റോഗ്രാം? ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാർ ചാർട്ട് പോലെയൊക്കെ തന്നെയാണ്. ഗൈസ്, വീണ്ടും ലാപ്പ് ഹാങ് ആയി. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോഴും റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഓക്കെ, ഈ സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഒരു ഹിസ്റ്റോഗ്രാമായിട്ട് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഒബ്വിയസ്ലി എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഇവിടെ 2 വൈ ആക്സിസ് വരും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് മാർക്ക് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഫ്രീക്വൻസി, റൈറ്റ് സൈഡിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഫ്രീക്വൻസി ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, അതേപോലെ ഇതും 0 ആയിരിക്കും. അത് നമ്മുടെ കൺസെപ്റ്റാണ്. ഇത് 0 ആണെന്നുള്ളത് മാർക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ ഇത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക 0 ആയിരിക്കും. ഈ നമ്മുടെ എക്സ് ആക്സിസ് ഉണ്ടല്ലോ, എക്സ് ആക്സിസിലാണ് നമ്മുടെ ലിമിറ്റ് അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണോ തന്നിരിക്കുന്നത് ആ ക്ലാസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇവിടെ എന്താ ഹാർട്ട് റേറ്റ് ആണല്ലേ, ഹാർട്ട് റേറ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഹാർട്ട് റേറ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏതിൽ ആക്സിസാണ്? എക്സ് ആക്സിസിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 119.5 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്ന 0-ലല്ലേ. അപ്പോൾ 0 കഴിഞ്ഞ് നേരെ 1-ലല്ലോ വന്നത്, അല്ലെങ്കിൽ 0 കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 10 20 അങ്ങനെയല്ല പോകുന്നത്. 119.5 പിന്നെ 9 വെച്ചാണ് കൂടി പോകുന്നത്. ഇപ്പോൾ ഈ 0 9 18 അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല. 119 കൂടിയിട്ട് പിന്നെ 9 കൂടിയത്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്കിനെ നമ്മൾ ഇങ്ങനൊരു ചിഹ്നമിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരണ്ട, എന്താ ചെയ്യുക, നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് വരച്ച് പോയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഇതാ ഈ ഒരു സിമ്പിൾ കൊടുക്കണമെന്നേ ഉള്ളൂ, ബ്രേക്ക് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് അല്ല വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ലിമിറ്റ് എടുത്തിരിക്കുന്നത് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ 128.5 കഴിഞ്ഞിട്ട് ഒരു 0.01 വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസമാണ്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ ആ വ്യത്യാസമായിട്ട് തന്നെ കാണിക്കണം. ഇപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ആണ് എടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഒരു വ്യത്യാസം കാണിക്കേണ്ടി വരില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് എത്രയായിരിക്കും? 128.5 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തത് വരുന്ന എപ്പോഴാണ്? 128.51 അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ബ്രേക്ക് കാണിക്കണം. പിന്നെ ഓരോ ബാറും ഒരേ വിഡ്ത്തായിരിക്കണം. ഓക്കെ, ഒരേ വിഡ്ത്തായിരിക്കണം. പല ഹൈറ്റ് വരാം, പക്ഷേ ഒരേ വിഡ്ത്തായിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനിടയ്ക്കുള്ള ബ്രേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഇൻ്റർവെല്ലായിട്ട് തന്നെ ഇതിനകത്ത് എഴുതേണ്ടിയും വരും. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഹിസ്റ്റോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, വരച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ ഫ്രീക്വൻസി, നമുക്ക് ഫ്രീക്വൻസി 1 0 തൊട്ട് ഹയസ്റ്റ് വരുന്ന 6
1 മിനിമം 6 ഹയസ്റ്റുമാണ്. അതുകൊണ്ട് നമുക്ക് 1 2 3 4 എന്ന് എടുത്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ. ആൻഡ് റൈറ്റ് സൈഡ് കണ്ടോ, ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏറ്റവും മിനിമം വന്നിരിക്കുന്നത് 3ഉം ഹയസ്റ്റ് വന്നിരിക്കുന്നത് 21ഉമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു, 5 10 15 20 25 എന്ന് എടുത്തു പോയി. ഓക്കെ. ഇനി നമ്മൾ ഈ ബാറുകൾ വരയ്ക്കാം. ഓക്കെ. ഇവിടെ 0യിൽ നിന്ന് ഇവിടെ അവർ അത് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനം കൊടുക്കണം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഫസ്റ്റ് ഇത് നോക്കുകയാണ്, ഫസ്റ്റ് ക്ലാസ് നോക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് നോക്കുമ്പോൾ 119.5 to 128.5. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഫ്രീക്വൻസി 3ആണ്. കണ്ടോ, 3. എവിടെയാണ് അവർ ഫ്രീക്വൻസി മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എത്ര വിഡ്ത്താണോ എടുക്കുന്നത് സെയിം വിഡ്ത്ത് എല്ലാത്തിനും എടുക്കണം. ഇവിടെ ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 ക്ലാസ്സസാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇതെടുത്തു. ഇതൊരു 6 1.5 സെൻറ്റിമീറ്റർ വെച്ച് എടുത്തോ. ഓരോ ബാർ 1.5 സെൻറ്റിമീറ്റർ വെച്ച് എടുക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇത്തിരി വീതി ഒത്തിരി ചെറുതായി പോകത്തുമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ അങ്ങ് വരച്ചു. 1.5 2 സെൻറ്റിമീറ്റർ വെച്ചെടുത്തോ, കുഴപ്പമില്ല. ഓക്കെ. അപ്പം 3 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തു. കണ്ടോ, 3 സെൻറ്റിമീറ്റർ അല്ല, ഫ്രീക്വൻസി 3. അപ്പോൾ അടുത്ത ബാർ വന്നപ്പോൾ, അടുത്ത ക്ലാസ് വന്നപ്പോൾ ഫ്രീക്വൻസി 6 ആയിരുന്നു. അങ്ങനെ ഓരോന്നിനും എത്രയായിരുന്നു ഫ്രീക്വൻസി എന്നുള്ളത് ആ പെട്ടി അങ്ങ് വരയ്ക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് ലിമിറ്റ് എടുക്കാത്തതുകൊണ്ട് തന്നെ ഓരോ ബാർ തമ്മിലുള്ള സ്പേസ് അതേ കണക്ക് വിടണം. കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ബാറിൻ്റെ ഇടയിൽ താഴെ അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണോ അതങ്ങ് ചെയ്ത് 146.51 ടു 155.5. അടുത്ത് വന്നപ്പോൾ 155.51 ടു 167.5. അത്രയേ ഉള്ളൂ. ഫ്രീക്വൻസി അനുസരിച്ച് ഇത് മാർക്ക് ചെയ്തു. അതുകൊണ്ട് കഴിഞ്ഞില്ല, നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു സർക്കിളോ ഒരു സ്ക്വയറോ എന്താണെന്ന് വെച്ചാൽ അതേ സാധനം അങ്ങ് ഇടുക. എങ്ങനെ ഇടുക എന്ന് വെച്ചാൽ നമ്മൾ വരച്ച ബാറിൻ്റെ സെൻറ്ററിൽ വരിക. കണ്ടോ, ഈ വിഡ്ത്തിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ശരി. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ 3 ആയിരുന്നു അല്ലേ. ഒന്നാമത്തെ ബോക്സിൽ നമുക്ക് ഒന്നാമത്തെ ഇതിൽ 3 ആയിരുന്നു. കണ്ടോ, 3. ഇവിടത്തെ 3 ആണ് നമ്മൾ നോക്കേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇവിടത്തെയാണ് 3. ഈ 3 കൊണ്ട് മാർക്ക് ചെയ്യരുത്, ഇവിടുത്തെ 3 മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് 6 6 3 9. 9 വരുമ്പോൾ ഇവിടുത്തെ 9 ആണ്. ഇതിനകത്ത് 9 ഇല്ല. ഓക്കെ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ബോക്സിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തു. അങ്ങനെ ഓരോന്നിൻ്റെയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. സ്ട്രൈറ്റ് ലൈൻസ് കൊണ്ട് അങ്ങ് സ്കെയിൽ വെച്ച് അങ്ങ് ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. സ്കെയിൽ വേണമെന്നില്ല, കൈ കൊണ്ട് വരച്ചാൽ മതി. ഒത്തിരി കർവ് ആവാത്ത രീതിയിൽ ഈ പറയുന്ന തമ്മിൽ ജോയിൻ ചെയ്താൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതിനകത്തായിട്ടുണ്ട്. ഇതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഷുവറാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കാനായിട്ട്, അപ്പോൾ അതിൽ നിങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ആദ്യം തൊട്ട് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. അതായത് പോപ്പുലേഷൻ സാമ്പിളും അല്ല, ബാക്കി വിഡ്ത്ത് എന്താണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്. അപ്പോൾ എന്താ ബാക്കി എല്ലാ സിമ്പിൾ കൺസെപ്റ്റാണ്. പൈ ചാർട്ടിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടാവും. 4 മാർക്കിന് പൈ ചാർട്ട് ഉണ്ടാവും. ദെൻ ഹിസ്റ്റോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേക്ക് സബ്ബായിട്ട് 10 മാർക്കിനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് എസ്സേ ക്വസ്റ്റ്യനോ ആയിട്ടോ ചോദിക്കാം. ഒന്നെങ്കിൽ ഹിസ്റ്റോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഫിറ്റിംഗ് ഫ്രീക്വൻസി മറ്റേ ഡാറ്റ ടു ദ കർവ് ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ഇതായിരിക്കും ഒരു എസ്സേ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതാണ് കാര്യം. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടിട്ട് നോക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. ഇത്രയും ലേറ്റ് ആയാലും സോറി, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. സോ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ്. ഇത് റെക്കോർഡ് ആയെന്ന് വിശ്വസിക്കുന്നു. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.